സ്വാഗതം വിദ്യാർത്ഥികളെ. ഈ വിഷയത്തിൽ നമ്മൾ OAW പ്രോസസ് ഉപയോഗിച്ച് വെർട്ടിക്കൽ പൊസിഷനിൽ ഒരു 2 mm കട്ടിയുള്ള MS ഷീറ്റിൽ ലാബ് ജോയിന്റും T ജോയിന്റും ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കും. ഈ വിഷയത്തിന്റെ അവസാനം നിങ്ങൾ ഈ കാര്യങ്ങൾക്ക് പ്രാപ്തരാകും. ടാക്ക് വെൽഡിങ്ങിനും വെൽഡിംഗ് പ്രോസസ്സിനും വേണ്ട അനുയോജ്യമായ ഫില്ലർ റോഡ് തിരഞ്ഞെടുക്കാൻ, വെർട്ടിക്കൽ പൊസിഷനിൽ ലാബ് T ജോയിന്റ് ചെയ്യാൻ ഷീറ്റുകൾ സെറ്റ് ചെയ്ത് തയ്യാറാക്കാൻ, ടാക്ക് വെൽഡ്. ഡിഫക്ട്സുകൾ അറിയാൻ വെൽഡ്മെന്റ്സ് പരിശോധിക്കാൻ. ഇപ്പോൾ നമുക്ക് OAW പ്രോസസ് ഉപയോഗിച്ച് വെർട്ടിക്കൽ പൊസിഷനിൽ ഒരു 2 mm കനമുള്ള MS ഷീറ്റിൽ ലാപ്പ് ജോയിന്റും T ജോയിന്റും ചെയ്യുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റീൽ റൂൾ, സ്ക്രൈബർ, നോസിൽ, ബോൾ പിൻ ഹാമർ, ഫ്ലാറ്റ് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, കോപ്പർ കോട്ടഡ് മൈൽഡ് സ്റ്റീൽ ഫില്ലർ റോഡ്, ഓക്സിജൻ ആൻഡ് അസറ്റലൈൻ സിലിണ്ടറും വെൽഡിംഗ് ടോർച്ചും, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ. ഇപ്പോൾ നമുക്ക് OAW പ്രോസസ് ഉപയോഗിച്ച് വെർട്ടിക്കൽ പൊസിഷനിൽ 2 mm കനമുള്ള MS ഷീറ്റിൽ ലാബ് T ജോയിന്റുകളുടെ പ്രീ വെൽഡിംഗ് പ്രിപ്പറേഷനുള്ള പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളെ കുറിച്ച് നോക്കാം. ആദ്യം ഷീറ്റുകൾ മുറിക്കുക. $150 നീളവും 50 mm വീതിയുമുള്ള ഒരു ലോഹ കഷ്ണം മുറിച്ച് തയ്യാറാക്കി വെക്കുക. വെൽഡ് ശരിയായി പ്രവേശിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ലോഹ കഷ്ണങ്ങളുടെ അരികുകളും പ്രതലങ്ങളും വൃത്തിയാക്കുക. സുരക്ഷാ ഉപകരണങ്ങൾ ഉൾപ്പെടെ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുക. ഇപ്പോൾ നമുക്ക് OAW പ്രോസസ് ഉപയോഗിച്ച് വെർട്ടിക്കൽ പൊസിഷനിൽ ഒരു 2 mm കനമുള്ള MS ഷീറ്റിൽ ലാപ്പ് ജോയിന്റിന്റെ വെൽഡിംഗ് പ്രക്രിയയെക്കുറിച്ച് നോക്കാം. പീസുകളുടെ ശരിയായ ഓവർലാപ്പിംഗ് ഉപയോഗിച്ച് ശരിയായ അലൈൻമെന്റിൽ വെൽഡ് പീസുകൾ ലാപ്പ് ജോയിന്റായി സജ്ജമാക്കുക. ടാക്ക് വെൽഡ്. ബ്ലോ പൈപ്പിന്റെ ആംഗിൾ 75 മുതൽ 80 ഡിഗ്രിയിലും ഫില്ലർ റോഡ് യഥാക്രമം 40 ഡിഗ്രിയിലും വെൽഡ് ലൈനിലേക്ക് ലംബമായി മുകളിലേക്കുള്ള ഡയറക്ഷനിൽ നിലനിർത്തുക. ഷീറ്റ് സർഫസുകൾക്കിടയിൽ 45 ഡിഗ്രി വീതമുള്ള ബ്ലോ പൈപ്പിന്റെ ആംഗിൾ നിലനിർത്തുക. മോൾട്ടൻ പൂളിനെ സ്ഥിരമായി നിയന്ത്രിക്കണം. 2 പ്രതലങ്ങളും തുല്യമായി യോജിപ്പിക്കാൻ ഉരുകിയ റൂട്ടിൽ ഫില്ലർ റോഡ് ഉപയോഗിച്ച് വെൽഡ് ചെയ്യുക. ഫില്ലർ റോഡിന്റെ അറ്റം മോൾട്ടൻ പൂളിലേക്ക് തുടർച്ചയായി മുക്കി മുകളിലേക്ക് വെൽഡിംഗ് തുടരുക. ബ്ലോ പൈപ്പിന്റെ ഭാരം കാരണം കൈയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരായി ടോർച്ചിന്റെ യൂണിഫോം ട്രാവൽ സ്പീഡ് ഉറപ്പാക്കുക. ഇപ്പോൾ നമുക്ക് OAW പ്രക്രിയ ഉപയോഗിച്ച് വെർട്ടിക്കൽ പൊസിഷനിൽ ഒരു 2 mm കനമുള്ള MS പ്ലേറ്റിൽ T ജോയിന്റിന്റെ വെൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ച് നോക്കാം. ജോയിന്റിന്റെ സെന്ററിലും അറ്റങ്ങളിലും ശരിയായ അലൈൻമെന്റിൽ ന്യൂട്രൽ ഫ്ലെയിം ഉപയോഗിച്ച് ടാക്ക് വെൽഡ് ചെയ്യുക. ബോട്ടം ഷീറ്റിലേക്ക് 90 ഡിഗ്രി വെർട്ടിക്കലായി ഷീറ്റുകൾ ഒരെണ്ണം പിടിക്കണം. ബ്ലോ പൈപ്പിന്റെ ആംഗിൾ 75 മുതൽ 80 ഡിഗ്രിയിലും ഫില്ലർ റോഡ് യഥാക്രമം 40 ഡിഗ്രിയിലും വെൽഡിംഗ് ലൈനിലേക്ക് ലംബമായി മുകളിലേക്കുള്ള ദിശയിൽ നിലനിർത്തുക. ഷീറ്റ് സർഫസുകൾക്കിടയിൽ 45 ഡിഗ്രി വീതമുള്ള ബ്ലോ പൈപ്പിന്റെ ആംഗിൾ നിലനിർത്തുക. മോൾട്ടൻ പൂളിനെ സ്ഥിരമായി നിയന്ത്രിക്കണം. 2 പ്രതലങ്ങളും തുല്യമായി യോജിപ്പിക്കാൻ ഉരുകിയ റൂട്ടിൽ ഫില്ലർ റോഡ് ഉപയോഗിച്ച് വെൽഡ് ചെയ്യുക. ഫില്ലർ റോഡിന്റെ അറ്റം മോൾട്ടൻ പൂളിൽ തുടർച്ചയായി മുക്കി മുകളിലേക്ക് വെൽഡിംഗ് തുടരുക. ഈ നടപടിക്രമം റോഡും ജോയിന്റിന്റെ ഷീറ്റ് സർഫസുകളും ഒരുപോലെ സംയോജിപ്പിക്കാനും ജോയിന്റിൽ ഡെപ്പോസിറ്റ് ചെയ്ത ഉരുകിയ മെറ്റൽ തൂങ്ങുന്നത് നിയന്ത്രിക്കാനും സഹായിക്കും. ബ്ലോ പൈപ്പിന്റെ ഭാരം കാരണം കൈകളുടെ ഗ്രാവിറ്റേഷണൽ ശക്തിക്കെതിരായി ടോർച്ചിന്റെ യൂണിഫോം ട്രാവൽ സ്പീഡ് ഉറപ്പാക്കുക. ഇപ്പോൾ നമ്മൾ
OAW പ്രോസസ്സ് ഉപയോഗിച്ച് വെർട്ടിക്കൽ പൊസിഷനിൽ ഒരു 2 mm കനമുള്ള MS ഷീറ്റിൽ ലാപ്പ് ജോയിൻറ്റും T ജോയിൻറ്റും ചെയ്യുമ്പോൾ പാലിക്കേണ്ട പോയിന്റുകളെക്കുറിച്ച് നോക്കാം. ജോയിൻറ്റിൻ്റെ അവസാനം ക്രേറ്റർ ഫില്ല് ചെയ്ത് വെൽഡ് പൂർത്തിയാക്കുക. വെൽഡ് ബീഡ് വൃത്തിയാക്കുകയും ചെയ്യുക. വെൽഡ് ബീഡിൻ്റെ തുല്യ ലെഗ് ലെങ്ത്തും യൂണിഫോം റിപ്പിളും പരിശോധിച്ച് സർഫസ് ഡിഫക്ട്സിൽ നിന്ന് മുക്തമാണെന്ന് ഉറപ്പാക്കുക. ക്രാക്ക്, lack of root fusion, lack of root penetration, crater, crack, lack of root fusion, uneven ripples, lack of root penetration. Recap. ഈ വിഷയത്തിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചത് ടാക്ക് വെൽഡിംഗും വെൽഡിംഗ് പ്രോസസ്സിനും അനുയോജ്യമായ ഫില്ലർ റോഡ് സെലക്ട് ചെയ്യുക, വെർട്ടിക്കൽ പൊസിഷനിൽ ലാബ് ജോയിന്റിനും T ജോയിന്റിനും ചെയ്യാൻ വേണ്ട ഷീറ്റ് സെറ്റ് ചെയ്യുക, ടാക്ക് വെൽഡ്, ഡിഫക്ട്സുകൾ അറിയാൻ വെൽമെറ്റ്സ് പരിശോധിക്കുക.